കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇന്ന് നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഉറങ്ങാത്ത മയങ്ങാത്ത സർവശക്തനായ നമ്മുടെ വഴികളിൽ കാത്തു പാലിക്കുവാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സ്തോത്രം. തിരുമുഖത്തേക്ക് നോക്കാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയിടുന്നു. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയിടുക. യേശുവേ, 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി പറയാം. അളവില്ല സ്നേഹത്തിനായി പകയ്ക്കുന്നവർ മധ്യയിലും തള്ളിയവർ മധ്യയിലും മേശയൊരുക്കിയിടുന്നേ മാനിച്ചു സ്നേഹമേ. പകയ്ക്കുന്നവർ മധ്യയിലും തള്ളിയവർ മധ്യയിലും മേശയൊരുക്കിയെന്നേ മാനിച്ച സ്നേഹമേ. യേശുവേ, 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി എന്നു ഞാൻ
കാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുന്നു. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥ, അളവില്ലാ സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ, അളവില്ലാ സ്നേഹത്തിനായി ஓயாமல் நன்றி சொல்வோம். ஒரு கரு போல காத்தீரே நன்றி, കാത്തുപരിപാലിച്ചതിനായി சிதையாமல் சுமந்தீரே நன்றி. ஒரு கரு போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே നന്ദി. യവനേശ്വരേ, യവനേശ്വരേ, എന്നാലും സുമന്തവരേ. യവനേശ്വരേ, യവനേശ്വരേ, ഇരുപ്പവരേ. യവനേശ്വരേ, യവനേശ്വരേ, എന്നാലുമായി സുമന്തവരേ. യവനേശ്വരേ, യവനേശ്വരേ, എന്നിനവും ഇരുപ്പവരേ. നന്ദി നന്ദി നന്ദി. ഹൃദയത്തിൽ സുമന്തീരി, ഹൃദയത്തിലുള്ള നന്ദി പറയാം. നന്ദി നന്ദി നന്ദി. കറുപോലെ സുമന്തീരി, ഇത്രത്തോളം നടത്തിയതായി നന്ദിയപ്പ. നന്ദി നന്ദി നന്ദി. ഹൃദയത്തിൽ സുമന്തീരി നന്ദി. എബനേശ്വരേ, എബനേശ്വരേ, ഇത്രത്തോളം ദൈവം നടത്തി, ഇനി നടത്തും. എന്നെ ചുമന്ന ദൈവം. യവനേശ്വരേ, യവനേശ്വരേ, യവനേശ്വരായി എനക്കൂടെ ഇരുപ്പവരേ. നന്ദി നന്ദി നന്ദി. ഹൃദയത്തിൽ സുമന്തീരേ നന്ദി. ഹൃദയത്തിൽ നിന്നും നന്ദി നന്ദി നന്ദി. കറുപോലെ, കൺമണി പോലെ എന്നെ സൂക്ഷിച്ചതിനായി നന്ദി നന്ദി നന്ദി. നന്ദി പറയാം. ഹൃദയത്തിൽ நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கருவோடு காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. ഒരു കറുപോലെ, ஒரு കരുപോലെ കാത്തീരേ നന്ദി. என்னை சிதையாமல் சுமந்தீரே നന്ദി. യവനേശ്വരേ, യവനേശ്വരേ, എന്നാലും സുമന്തവരേ. യവനേശ്വരേ, യവനേശ്വരേ, എന്നിനൈവം ഇരുപ്പവരേ. നന്ദി നന്ദി നന്ദി. ഹൃദയത്തിൽ സുമന്തീരേ നന്ദി. നന്ദി നന്ദി നന്ദി. കറുപോലെ സുമന്തീരേ നന്ദി. നന്ദി നന്ദി നന്ദി. ഹൃദയത്തിൽ
സൂക്ഷിച്ച ദൈവം. ശമൂൽ പറഞ്ഞു, പ്രവാചകനായ ശമൂൽ പറഞ്ഞു, ഇത്രത്തോളം ദൈവം നടത്തി, ഇനിയും ദൈവം നടത്തും. ഒരു കല്ല് മിശ്പയ്ക്കും ഷേനും മധ്യം നാട്ടിയിട്ട് പറഞ്ഞു, ഇത്രത്തോളം ദൈവം നടത്തി. പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പോഴൊക്കെയും എന്നെ നടത്തിയ ദൈവം ഇനി മുന്നോട്ടുള്ള എന്ത് വിഷയമാണെങ്കിലും എൻ്റെ ദൈവം തുടർന്ന് നടത്തുമെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വാസം പറയും. കർത്താവേ, എബനേസറായി എൻ്റെ കൂടെ, എബനേസറായി കഴിഞ്ഞ നാൾ എൻ്റെ കൂടെ നടത്തിയ ദൈവം, ഇതുവരേക്കും നടത്തിയ ദൈവം, ആ ദൈവം ആ കല്ല് വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറയാണ്. കർത്താവേ നന്ദി. ആ നന്ദി പ്രകാശനം നേരെ വന്ന ഫിലിസ്തീൻ അവർക്ക് നേരെ വന്നപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവിടെയും ദൈവം ജയം കൊടുത്തു. മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്നും നമ്മളെ മുന്നോട്ട് നടത്താൻ കഴിയുന്ന ദൈവമുണ്ടെങ്കിൽ വിശ്വാസ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ആളുകൾ ദൈവം നമ്മളെ നടത്തിയെങ്കിൽ ഈ ദിവസങ്ങളിലും ഇന്ന് അതിലും ഭാരമേറിയ വിഷയങ്ങൾ വന്നാലും നമ്മളെ വഴി നടത്തുവാൻ കർത്താവ് സർവശക്തനാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കാം. എത്രത്തോളം വിശ്വാസത്തിൽ ഞാൻ പറയുന്നു, അവിടെ അതായത് ഒരു ആടിനെ അറുത്ത് അവിടെ രക്തം ചൊരിഞ്ഞ് ദൈവത്തിന് ഒരു ഹോമയാഗം കഴിക്കുമ്പോൾ അവിടെ ഫിലിസ്തീൻ അവർക്ക് നേരെ വന്നപ്പോഴും ദൈവത്തിൻ്റെ കരം അവർക്ക് നേരെ ചലിച്ചു. ഫിലിസ്തീനെ തകർക്കുവാൻ തക്കമിടയാക്കിയത് അവരുടെ ശക്തിയല്ലായിരുന്നു, ദൈവത്തിൻ്റെ കരം. ഇന്ന് ദൈവത്തെ നന്ദി പറയുമ്പോൾ, ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ, ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആ രക്തത്തിൻ്റെ മറവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. കുഞ്ഞാടായ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ് നമ്മളെങ്കിൽ ഇന്ന് വിശ്വാസ ഭരണം. കർത്താവേ, ശത്രുവിൻ്റെ എന്ത് പദ്ധതികളാണ്, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ മാറാത്ത വിഷയമാണെങ്കിലും, ഇന്ന് കർത്താവേ അവിടുത്തെ മുമ്പിൽ അങ്ങ് ആരാധിക്കുന്നവരുടെ മധ്യേ അതിൻ്റെ മേൽ ക്ഷയമെടുക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. സ്തോത്രം. വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം എന്ന് പറയാം. സ്തോത്രം. കർത്താവേ നന്ദി. കഴിഞ്ഞ ആളുകൾ എന്നെ നടത്തിയെങ്കിൽ മുന്നോട്ടുള്ള ചില വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകാം. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകും. യഹോശഫത്ത് നേരെ വന്നപ്പോഴും ശത്രു കടന്നു വന്നപ്പോഴും തിരുവചനം പറയുന്നു, യഹോശഫത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായി, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ കേട്ടതുപോലെ എബനെസറിൻ്റെ അർത്ഥം ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമ്മൾ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, എപ്പോഴെല്ലാം ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നോ, എപ്പോഴെല്ലാം അവർ അന്യദൈവങ്ങളെ ആരാധിച്ചോ സേവിച്ചോ, എപ്പോഴെല്ലാം അവർ സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞോ, അപ്പോഴെല്ലാം നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫിലിസ്ത്യരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണാം. പിന്നെ അവർ നിലവിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുവിൻ. ഹല്ലേലൂയ. അന്യ ദൈവങ്ങളെയും അസ്വരാത് പ്രതിഷ്ഠയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരികെയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കും. പക്ഷേ നമ്മൾ നിലവിളിക്കും, നമ്മൾ ദൈവദാസന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറയും. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സഹായം നമ്മുടെ അടുക്കിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹല്ലേലൂയ അന്യദൈവങ്ങൾ, ഹല്ലേലൂയ അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും നമുക്ക് മറ്റെന്തെങ്കിലും ഐഡൽസ് ഉണ്ടോ, ഹല്ലേലൂയ ദൈവത്തെക്കാളും ഇമ്പോർട്ടൻസ് മറ്റെന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ, ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയോ, ഹല്ലേലൂയ സ്തോത്രം. ഒരു പക്ഷേ അതായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും രോഗങ്ങളായിരിക്കാം, ഹല്ലേലൂയ പ്രതിസന്ധികളായിരിക്കാം അതിൻ്റെയൊക്കെ കാരണം, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സാമുവേലിനോട് ഹല്ലേലൂയ അവർ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ സാമുവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയണം. ഹല്ലേലൂയ. നിങ്ങൾ അന്യ ദൈവങ്ങളെയും ഹല്ലേലൂയ വിട്ട് നീക്കി പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിഞ്ഞ് യഹോവയെ മാത്രം സേവിക്കണം. ഹല്ലേലൂയ. പിന്നെ ഇസ്രായേൽ മക്കൾ സാമുവേൽ മിസ്പയിൽ അവരെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. ആദ്യം സാമുവേൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്ത് അല്ലെ ജനത്തിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷമാണ് സാമുവേൽ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ സാമുവേൽ പ്രവാചകൻ അവിടെ വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച്, ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ അവർ ജനമെല്ലാം ഉപവസിച്ചു. ഹല്ലേലൂയ. അവർ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവരുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷമാണ് സാമുവേൽ പ്രവാചകൻ
അവിടെ അതിനുശേഷം നമ്മൾ വായിക്കുന്നു, ഫിലിസ്തീയർ ഇസ്രായേലിന് നേരെ പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. അപ്പോൾ ശമൂവേൽ ഹല്ലേലൂയ അവിടെ നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളെ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാതിരിക്കരുത്. ജനം ശമൂവേലിനോട് പറയുവാണ്, ഹല്ലേലൂയ, ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടേണ്ടത് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ എന്ന് അപേക്ഷിക്കുമ്പോൾ ശമൂവേൽ ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോൾ ദൈവം ഹല്ലേലൂയ ഫിലിസ്ത്യരുടെ മേൽ ഒരു വലിയ ഇടിമുഴക്കം ഹല്ലേലൂയ അവരെ ഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഹല്ലേലൂയ. അപ്പോൾ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷെന്നും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബെനെസർ എന്ന് പേരിട്ടു. നമ്മളിപ്പോൾ പാടിയതുപോലെ എബെനെസറിൻ്റെ അർത്ഥം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ വഴി നടത്തിയ ദൈവം, ഇതുവരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നപ്പോഴും നമ്മളെ സഹായിച്ച ഒരു ദൈവമില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനി തുടർന്നും ദൈവം നമ്മളെ സഹായിക്കാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഈ എബെനെസർ എന്ന് പറഞ്ഞ ആ സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്ന് അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ, കല്ല് നാട്ടിയിട്ട് ഹല്ലേലൂയ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ഇനിമേലും ദൈവം നമ്മെ സഹായിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ കർത്താവ് എന്നെ സഹായിച്ചെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, ആ എബെനെസറായി നമ്മുടെ കൂടെ ഇരുന്ന ദൈവം തുടർന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നേരിട്ടാലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഒരു കാര്യം നമ്മൾ മാത്രം ഉറപ്പാക്കിയാൽ മതി, നമ്മൾ ദൈവത്തിലാണോ പൂർണ്ണമായിട്ട് ഹല്ലേലൂയ ദൈവത്തെ മാത്രമാണോ സേവിക്കുന്നത്, നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുകയാണോ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇനിമേലും ഹല്ലേലൂയ കർത്താവ് നമ്മുടെ സഹായത്തിനായിട്ട് എത്തും. ഹല്ലേലൂയ, നമ്മളെ മുന്നോട്ട് നടത്തും. ഹല്ലേലൂയ, നമ്മെ സഹായിക്കാനാകാത്തവണ്ണം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാനാകാത്തവണ്ണം ദൈവത്തിൻ്റെ ചെവികൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, എന്നാൽ ദൈവവും നമ്മളിൽ തമ്മിൽ എന്തെങ്കിലും പാപം അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പകൽക്കാലം ഏറ്റു പറയാം. ഹല്ലേലൂയ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യഹോശഫത്തിന് നേരെ ഒരു സൈന്യം കടന്നു വന്നപ്പോഴും ദൈവം പറഞ്ഞത്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. മറ്റൊന്നുമല്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല കർത്താവേ, ചെയ്യാൻ കഴിയുന്ന ഒരുവൻ അവിടുന്നാണ്, അവിടത്തേക്ക് കഴിയും. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, നമുക്ക് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, അവിടെ ദൈവത്തിൻ്റെ കരം അവിടെയാണ് ചലിക്കുന്നത്. അതെ, നമുക്കിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പക്ഷേ മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരു പക്ഷേ ഒരു ആത്മീയമായിട്ട് ഒരു ഉണങ്ങിയ അവസ്ഥയായിരിക്കും. എന്താണെങ്കിലും ഇന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ സ്തുതിയുടെ മേലാടെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വിഷണ്ട മനസ്സിന് പകരം സ്തുതിയുടെ മേലാട. ഏതെങ്കിലും ഡിപ്രഷനിലാണെങ്കിൽ, ഏതെങ്കിലും ഭാരത്തിൽ നിരാശയിലാണെങ്കിൽ ഒറ്റക്കാര്യം ചെയ്താൽ മതി, ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറായാൽ മതി. സ്തോത്രം. ഇന്ന് പല വിഷയങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ദൈവത്തെ, നമ്മുടെ വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണോ? സ്തോത്രം, സ്തോത്രം. ഒരു ശക്തി കർത്താവ് നമ്മുടെ മേൽ പകരും. ആമേൻ. ഇന്ന് അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ അത്ര നമുക്കൊന്ന് തയ്യാറാകാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏത് രോഗമാണെങ്കിലും ഇന്ന് കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. ഫിലിസ്തീനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല, പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്, ദൈവത്തിന് നന്ദി പറയാൻ. ദൈവമേ, കഴിഞ്ഞ നാളുകൾ വലിയ വിഷയങ്ങൾ വന്നപ്പം എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ചെങ്കിൽ ഹല്ലേലൂയ, ഇനിയും പ്രവർത്തിക്കാനോ സർവശക്തനാണെന്ന വിശ്വാസത്തോടെ ആ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ഹാലാരൂഢമാന വൈശാരീഘമാന. ഹല്ലേലൂയ എന്ന പ്രശ്നത്തെ വലുതാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടി കഥാനെ മഹത്വപ്പെടുത്തുമ്പോൾ പറയാം, കഥാവി എബെനെസറായ എൻ്റെ കൂടെ ദൈവം, ഇനിയും എന്നെ നടത്തുന്ന ദൈവം, ആ പാറയായ ക്രിസ്തുവിലാണ് ഞാനെങ്കിൽ ഞാൻ തകരത്തില്ല. ശത്രു തകരും, പക്ഷേ ഞാൻ തകരത്തില്ല. ഹാൽ വിശ്വസിക്കുന്ന പറയാം, ഞാൻ തകരത്തില്ല. ശത്രു തകരും, ശത്രുവിൻ്റെ കോട്ടകൾ തകരും. ഈയോടെ മതിലുകൾ അവർക്ക് മുമ്പിൽ നിന്നപ്പോഴും തിരുവചനം പറയുന്ന 7 ദിവസം ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം പറയുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായ മതിയെ ഈയോടെ കോട്ട ആരാണ് ഇടിച്ചു കളയെന്നറിയില്ല, ആർക്കും തകർക്കാൻ കഴിയത്തില്ല. പക്ഷേ തകർക്കാൻ കഴിയുന്നതിന് അടുക്കിലേക്കാണ് ഓടി വന്നിരിക്കുന്നത്. അവൻ അന്ന് ആരാധിച്ച അതേ ദൈവത്തെ ഇന്നും ആരാധിക്കുന്ന വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ എൻ്റെ വിഷയത്തെ വലുതാക്കുന്നില്ല കർത്താവേ, അവിടുന്ന് എൻ്റെ കൂടെ വിശ്വസ്തനായി ഉള്ളതിനായി സ്തോത്രം. എനിക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്ന ദൈവം എനിക്ക് വേണ്ടി ഉള്ളതിനായി സ്തോത്രം. ആകാർ കരയുമ്പോഴും
ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുമ്പോഴും അവൾക്ക് മുമ്പ് എല്ലാ അധ്യായങ്ങളും അടഞ്ഞു വന്ന് ചിന്തിക്കുമ്പോഴും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹാഗാർ പറഞ്ഞ് എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, ആരും കണ്ടില്ലെങ്കിൽ എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് പറ, ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്, എൻ്റെ വിഷയത്തെ അതുപോലെ അറിയുന്ന 2 കണ്ണുകളുണ്ട്. ഹല്ലേലൂയ അവൻ എന്നെ കണ്ട ദൈവം, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, ഇനിയും എന്നെ നടത്തുന്ന ദൈവം. തുരുത്തിയിൽ കൊടുത്ത അവൻ വെള്ളം ഹല്ലേലൂയ തീർന്നു. സ്തോത്രം മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ അവൻ പലപ്പോഴും തീരും കേട്ടോ. പക്ഷേ ദൈവം ഒന്ന് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അഥവാ ശന്ധ ബൗഢ റീഗ മാന ബൗഢ അബ്രഹാം കൊടുത്തതെല്ലാം തീർന്നു. ആമേൻ വെള്ളം തീർന്നു. തുരുത്തിയുള്ള വെള്ളം ആമേൻ അതെടുത്ത് അപ്പുറത്തോട്ട് എറിഞ്ഞിട്ട് അവൾ കിടക്കുകയാണ്. കർത്താവ് ഇനിയിപ്പോൾ ഞാൻ മരിക്കും, ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ തിരുവചനം പറയുന്നു യഹോവ അവർക്ക് മുമ്പിൽ ഒരു ഉറവയെ തുറക്കുകയാണ്. ഇന്നുവരെ ഉറവ അടഞ്ഞിട്ടില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഉറവ തുറന്നു തന്നെ ഇരിക്കുകയാണ്. ഇന്നും അതിൽ ജലം കർത്താവ് ഇന്ന് ദിവസങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടബല ബലബ ശംധര ബലബ ഹസ്താബൗഢമാരിക സ്ഥാനങ്ങൾ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഓ വി ബ്ലെസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹാഗാറിനെ പോലെ കരയുമ്പോഴോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. തുരുത്തിയുള്ള വെള്ളം തീരുമ്പോഴും എൻ്റെ തുരുത്തിയിൽ ഞാൻ ശേഖരിച്ച കണ്ണുനീര് ഈ ദിവസങ്ങളും തീരത്തില്ല. സ്തോത്രം സ്തോത്രം. എൻ്റെ അലച്ചിലുകളെ എണ്ണുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ ബാറൂഠാവനെ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ദൈവമാണ്. അബ്രഹാം കൊടുത്ത വെള്ളം തുരുത്തിക്കകത്ത് തീരുമ്പോഴും ഇന്നും നമ്മുടെ ആമേൻ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ഒരുമിച്ച് കഥാവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. അത് മുമ്പാകെ എഴുന്നേറ്റ് കഥാവിന് നമുക്കൊരു പാട്ടുപാടി കഥാവിന് മഹത്വം കൊടുക്കാം. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ. ഒരിക്കൽ പാടാം. മരുഭൂമിയിൽ മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്ന് രക്ഷനാഥനെന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ചേർത്തുകൊള്ളാം എന്ന് രക്ഷനാഥനെന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ദൈവമാണ് നടത്തിയത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, സഹായിച്ചു. ഓ ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ല
സഹായിച്ചു. മണ്ണില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദുഃഖവും നിരാശയും പൂർണ്ണമായി നീങ്ങിടും ദിനം വരും. ഓ കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി നീങ്ങിടും ദിനം വരും. അന്ന് പാടും ദൂതർ മധ്യേ അത്തുപാടും ചിത്രരുമായി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂതർ മധ്യേ അത്തുപാടും ശുദ്ധരുമായി ഇത്രത്തോളം യഹോവ അന്ന് പാടും. ഓ അന്ന് പാടും ദൂതർ മധ്യേ അത്തുപാടും ശുദ്ധരുമായി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും. ഓ അന്ന് പാടും ദൂതർ മധ്യേ അത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവനെ കരുതി എത്രത്തോളം നടത്തിയെങ്കിൽ ഇത്രത്തോളം യഹോവ സഹായിച്ച ദൈവമാണ്. ഇത്രത്തോളം ദൈവമാണ് നടത്തിയത്. കഴിഞ്ഞ നാളുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോഴും ഇത്രത്തോളം യഹോവ സഹായിച്ചു. നന്ദി. ഓ ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ശക്തരേ ഇതരയിൽ നന്ദിയോടെന്നും നിന്നെ വാഴ്ത്തി പാടിടും. മറുയാത്രയിൽ ഞാൻ മറുപക്ഷ തേടി മാറത്തടിച്ച നേരം. മറുയാത്രയിൽ ഞാൻ മറുപക്ഷ തേടി മാറത്തടിച്ച നേരം. മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടും. ഓ മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും. മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും. ഇത്രത്തോളം നടത്തിയ ദൈവമേ ഇനിയും നടത്തിടുവാൻ ശക്തനേ ഇതരയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും. ഇത്രത്തോളം നടത്തിയ ദൈവമേ ഇനിയും നടത്തിടുവാൻ ശക്തനേ ഇതരയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും. പാതയിൽ വീണപ്പോൾ പാലിപ്പാൻ വന്നവനേ. പാപത്താൽ മുറിവേറ്റു പാതയിൽ വീണപ്പോൾ പാലിപ്പാൻ വന്നവനേ. എൻ ജീവകാലമെല്ലാം നിൻ മഹൽ സ്നേഹത്തെ വാഴ്ത്തി പാടിടും. എൻ ജീവകാലമെല്ലാം നിൻ മഹൽ സ്നേഹത്തെ വാഴ്ത്തി പാടിടും. എൻ ജീവകാലമെല്ലാം നിൻ മഹാസ്നേഹത്തെ വാഴ്ത്തി പാടിടും. ഇത്രത്തോളം നടത്തിയ ദൈവമേ ഇനിയും നടത്തിടുവാൻ ശക്തനേ ഈ നന്ദിയോടെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ ഇനിയും നടത്തിടുവാൻ ശക്തരേ ഈ തരയിൽ നന്ദിയോടെന്നും എന്നെ വാഴ്ത്തി പാടിടും ഞാൻ. സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ. സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ. ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേലേ വാഴ്ത്തി പാടിടും ഞാൻ.
മൽപ്പച്ച തേടി മാറത്തടിച്ച നേരം, മരുയാത്രയിൽ ഞാൻ മൽപ്പച്ച തേടി മാറത്തടിച്ച നേരം, മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. ഓ മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. ഓ മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഈ ധരയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഈ ധരയിൽ നന്ദിയോടെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. പാപത്താൽ മുറിവേറ്റു പാതയിൽ വീണപ്പോൾ പാടിപ്പാൻ വന്നവനേ, പാപത്താൽ മുറിവേറ്റു പാതയിൽ വീണപ്പോൾ പാടിപ്പാൻ വന്നവനേ, എൻ ജീവകാലമെല്ലാം നിൻ മഹത്സ്നേഹത്തെ വാഴ്ത്തി പാടിടും ഞാൻ. 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 ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഈ ധരയിൽ നന്ദിയോടെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഈ ധരയിൽ നന്ദിയോടെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ, സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ, ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേലേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേലേ വാഴ്ത്തി പാടിടും ഞാൻ. ഓ ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേൽ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവേലേ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഈ ധരയിൽ നന്ദിയോടെന്നും അങ്ങേ വാഴ്ത്തി പാടിടും ഞാൻ. ഓ ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഈ ധരയിൽ ദൈവമാണ്, ഞാൻ നടന്നതല്ല, എന്നെ സൂക്ഷിച്ച ദൈവമായിരുന്നു. വഴി തുറന്നത്, കഴിഞ്ഞ നാളുകളിൽ എന്നെ ബുദ്ധിമുട്ട് തീർന്നത്, കഴിഞ്ഞ നാളുകൾ രോഗത്തെ സൗഖ്യമാക്കിയവൻ,
ഞങ്ങൾക്ക് ഈ സാന്നിധ്യം പോരാ. വി നീഡ് മോർ ഓഫ് യുവർ പ്രസൻസ്. വി നീഡ് ലോഡ്. ആമേൻ. ഞങ്ങൾക്കൊരു സൗഖ്യമല്ല കഥാ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സാന്നിധ്യമാണ്. അതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. വസ്തുത എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാ വിടുതലും അതിനകത്തുണ്ട്. എല്ലാ സൗഖ്യം അതിനകത്തുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ അതിനകത്ത് കിടപ്പുണ്ട്. ഒറ്റ കാര്യം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഓൾ ദാറ്റ് ഐ നീഡ്. അങ്ങിൽ ഓടിപ്പോകുവാനല്ല, ഈ ദിവസം അങ്ങനെ അടുക്കിലേക്ക് ഒന്ന് ഓടി വരുവാൻ, അങ്ങയോട് കൂടുതൽ അടുത്ത് വരുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ദിവസം ആഗ്രഹം തന്നെ. പലപ്പോഴും ശത്രു മാറ്റിക്കൊണ്ടുപോകും. പക്ഷേ ഇന്നൊന്ന് കഥാന്ന് പറയും, കഥാവേ എനിക്ക് അങ്ങനെ അടുക്കലായിരിക്കും എപ്പോഴും അവരെ പാത പിടുത്തങ്ങിരിക്കാനാണ് മറിയേക്ക് താല്പര്യം. ആ യോഹന്നാട് ചോദിച്ച പറയുമ്പോൾ മാറുക സ്തോത്രം ലഘുവൻ ബാധിച്ചവൻ പറയും, ഇല്ല കർത്താവിൻ്റെ കാൽപാത പിടുത്തെങ്കിൽ എനിക്ക് പോകണ്ട, എനിക്ക് ഒരിടത്തും പോകണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കർത്താവേ. അത്ര വന്ന കഥാണ് പറയുന്നത്, കർത്താവേ, we need you Lord. We need your presence in this place, oh Lord. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, അനുഭവിക്കുന്നവർ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി, ഇതിലും ഇതിലും വലുതായി വേറെന്തുണ്ടോ? ഈ ലോകേ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകേ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. കുറഞ്ഞ ചിന്തകൾക്കായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇന്ന് ദൈവവചനം സംസാരിക്കുമ്പോൾ അത് വചനമായി മാത്രമല്ല, ശക്തിയോടെ ആത്മാവോടെ ഉദ്ദേശത്തോടെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കും. കല്ലിൽ കൊത്തിയ അക്ഷരമല്ല, ആത്മാവിൽ ഹൃദയപ്പലകൾ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാൻ കഴിയുന്നത്. ഇന്ന് ആ വചനത്തിന് മുമ്പാകെയാണ്, ആ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ 63 കർത്താവായ യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ പിന്നീട് വീണ്ടും അടുത്ത ദിവസം അവർ അപ്പം അന്വേഷിച്ച് വരുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ രക്തം കുടിക്കുകയും
മാംസം തിന്നാതെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് തുടർന്ന് ഈ കഠിനവാക്ക് ആർക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പലരും പിറുപിറുത്ത് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലത്തെ ഒരു വചനമാണോ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പൈതലിൻ്റെ ജീവിതത്തിലെ റൂട്ട് വിടുതലിൻ്റെ, ദൈവപ്രവൃത്തിയുടെ, ദൈവിക സൗഖ്യത്തിൻ്റെ, ദൈവിക മഹത്വത്തിൻ്റെ വെളിപ്പാട് ഈ ദിവസങ്ങളിൽ കാണുവാൻ ഇടയാക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കും കർത്താവ് പറഞ്ഞ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവ് യേശു പറയുകയാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ജഡം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജഡശരീരമാണ് എന്നാണ് മറ്റു രീതിയിൽ അവിടെ തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം, നമുക്ക് വിരുദ്ധമായി നിൽക്കുന്നത് പൈശാചിക മണ്ഡലമാണെന്ന്. പിശാചിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തകർന്നു മാറും. പക്ഷേ പലപ്പോഴും ശത്രുവായവൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജഡശരീരത്തിനകത്താണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ഈ താഴ്ന്ന ശരീരവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലേ പറ്റത്തുള്ളൂ. നമുക്കൊരു മഹത്വമുള്ള ശരീരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, നമുക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും, ഒരുപക്ഷെ ഒരു വലിയ സൂപ്പർ സ്റ്റാറിനെ പോലെ നമ്മൾ ഇരുന്നില്ലെങ്കിലും, ഹല്ലേലൂയ, ദൈവമക്കൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു മഹത്വമുള്ളൊരു ശരീരം കർത്താവ് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾ ലോകത്തിലുള്ള എല്ലാവരും, ആമേൻ, ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ജഡത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള ഭാഗ്യം, അവർ ജഡത്തിലല്ല ജീവിക്കുന്നത്, അവർ ജീവിക്കുന്നത് ആത്മാവിലാണ്. ഹല്ലേലൂയ. എത്ര വലിയ ഉന്നതനോ, എത്ര വലിയ കോടീശ്വരനോ, എത്ര ബുദ്ധിമാനോ, എത്ര കഴിവുള്ളവനോ, ഏറ്റവും ഐക്യമുള്ള വ്യക്തിയാണെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്, അവർക്ക് നൽകാത്ത ഒരു വലിയ ഭാഗ്യമാണ് ദൈവം ഇതിനകത്തിരിക്കുന്ന കേൾക്കുന്ന ദൈവ മക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം. ഹല്ലേലൂയ. അവർക്കൊന്നും, എല്ലാവരും ജഡത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിൽ സഞ്ചരിക്കുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശത്രുവിൽ ഒന്ന് പിശാചാണ്. പിശാചിനെ നമുക്ക് ശാസിച്ചാൽ പിശാച് പോവും. സ്വതം വിശ്വസിക്കുന്ന എത്ര കൈവക്കൊന്നുമില്ല. വിശ്വസിക്കുന്ന കാര്യം വിധത്തിൽ കഥാ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിശാചല്ല നമ്മുടെ മെയിൻ ശത്രു. പിശാചിനെ യേശു ശാസിച്ചപ്പോൾ പോയി. വിട്ടുമാറാത്തൊരു പൈശാചിക ശക്തിയുമില്ല. ദൈവത്തിൻ്റെ വചനം കടന്നു എന്നാൽ തകരാത്ത ഒരു ശക്തി കേന്ദ്രങ്ങളുമില്ല. ഹല്ലേലൂയ. പക്ഷേ നമുക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമുക്കുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. പക്ഷേ നമുക്ക് ദൈവവുമായിട്ട് ഉള്ള സഹവർത്തത്തിലേക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക്,
ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട ദൈവിക സ്വാതന്ത്ര്യവും നമ്മൾ പ്രാപിക്കേണ്ട ദൈവിക വാക്തത്വങ്ങളും നമ്മൾ അനുഭവിക്കേണ്ട ദൈവിക സമാധാനവും സന്തോഷവുമൊക്കെ യഥാർത്ഥത്തിൽ അനുഭവിക്കണമെങ്കിൽ നമുക്കൊരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അത് ആത്മാവിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കേ അത് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലയിടത്തും ഇത് പറയപ്പെടുന്നില്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ ഞാനിതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ഇതെനിക്ക് പോലും ചില കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ചിലത് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയും, പക്ഷേ ചിലത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം, ഞാനിത് ഇന്നുകൊണ്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് തുറന്നു എന്ന് പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് സംസാരിക്കാം. ദൈവത്തിന് ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടെങ്കിൽ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ദേഹി ആത്മാവാണ്. 1 തെസ്സലോനിയർ 5:23 ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അല്പം സാവധാനത്തിൽ നമുക്ക് പോകാം. കാരണം ചില വിടുതലുകൾ നടക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട് ഇതിനകത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ചില ദൈവപ്രവർത്തികൾ അദൃശ്യ മണ്ഡലത്തിൽ നടക്കാൻ പോവുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിന് വിശ്വാസം പറയണം. ഈ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകൾ സംഭവിക്കുമെന്ന് കരുതിയത് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ നാളുകൾ അത് സംഭവിക്കാൻ പോവുകയാണ്. അതിന് ഉള്ള റൂട്ട് നമുക്ക് ഈ ദിവസങ്ങളൊന്ന് മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പലപ്പോഴും അത് കടന്നു വരുവാൻ ഇടയാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്തോത്രം നമുക്കതിന് വെളിപ്പാടായി തീരട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ബലപ്പെടുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവത്തിന് നല്ല സാക്ഷികളായി നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ ദേശത്തും ദൈവസഭകളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായി തീരുവാനും അതിന് മുഖാന്തരമാകട്ടെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 1 തെസ്സലോനിയർ 5:23 കിട്ടിയെങ്കിൽ വായിക്കാം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അന്യന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നമ്മൾ കാണപ്പെടണമെങ്കിൽ, സ്തോത്രം, അങ്ങനെ താല്പര്യമുള്ള ദൈവമക്കളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണം എന്നുള്ളതാണ്. സ്തോത്രം. എവിടെ കാണപ്പെട്ടില്ലെങ്കിലും, TV കണ്ടില്ലെങ്കിലും, ഹല്ലേലൂയ, യൂട്യൂബിൽ കണ്ടില്ലെങ്കിലും, ദേശത്താരും അറിഞ്ഞില്ലെങ്കിലും യേശു നമ്മളെ അറിയണം. യേശു വിളിക്കുമ്പോൾ നമ്മുടെ പേരും വേണം. ആഗ്രഹിക്കുന്ന അത്ര ദൈവമക്കളിനകത്ത് ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അതൊക്കെ നമ്മൾ ഇട്ടിട്ട് പോകണം. പക്ഷേ നിത്യതയിൽ നേടുന്നത് അത് ശാശ്വതമായി നിലനിൽക്കുന്നതാണ്. അല്ലെങ്കിൽ അപ്പോൾ ജഡത്തിലുള്ളത് പലപ്പോഴും നമുക്ക് അല്പസമയത്തേക്ക് മാത്രം ആയിത്തീരുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ്സും ജോയും ഉണ്ട്. ഹാപ്പിനെസ് ജഡത്തിലുള്ളതാണ്. സ്വന്തം ഒരു ജ്യൂസ് കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. പക്ഷേ ആത്മാവിലുള്ള ജോയ്, നമ്മുടെ വിഷയങ്ങളെല്ലാം നമുക്ക് മുമ്പിൽ പ്രതികൂലമാണ്, നമുക്ക് പ്രത്യേകിച്ച് പ്രത്യാശിക്കാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആർക്കും തരാൻ കഴിയാത്തൊരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ സന്തോഷമാണ്. അത് നിത്യതയുടെ സന്തോഷമാണ്. ദ ജോയ് ഓഫ് ദ സാൽവേഷൻ എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ നമുക്ക് ദേഹം ദേഹി ആത്മാവുണ്ട്. ആ ദേഹം ദേഹി ആത്മാവ് അതിൻ്റെ പൂർണ്ണതകളിൽ ആയിത്തീരുവാൻ കാണപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം, ദേഹം, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, അത് 3ഉം അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമിടയാക്കും. ഇത് മുമ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുമ്പ് ഇത് 3ഉം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിനൊരു സ്ഥാനചലനം സംഭവിച്ചു.
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിലേഷനിൽ ഒരു വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് ആ ബാലൻസ് തെറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോയത്. സ്വതം നമ്മൾ പോകേണ്ട ദിശകളിൽ പോകാതെ, നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടുമെന്ന് അനുഭവിക്കാൻ കഴിയാതെ, പലപ്പോഴും ശത്രുവായവൻ ജീവിതത്തിൻ്റെ മേൽ കടന്നു വന്ന് ജീവിതങ്ങളെ തകർത്ത് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച മണ്ഡലങ്ങളിൽ അങ്ങനെ രൂപവും ഭാവവും മാറിപ്പോയ ഒരു മനുഷ്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സൃഷ്ടിച്ചത്. കാരണം ജഡവും ആത്മാവും തമ്മിൽ പ്രതികൂലമാണെന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ആത്മാവും ജഡവും തമ്മിൽ ശത്രുതയല്ലായിരുന്നു, അവർ തമ്മിൽ പെർഫെക്റ്റ് യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ജഡത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജഡത്തെ സൃഷ്ടിച്ചത് ആത്മാവാണ്. ഹല്ലേലൂയ. അതിന് തെളിവ് വേണമെങ്കിൽ ജനസിസ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഞാനിതിൻ്റെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഫൗണ്ടേഷൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വചനം യഥാർത്ഥത്തിൽ അത് പ്രാപിക്കേണ്ടവണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്രിയ ചെയ്യേണ്ടവണ്, അത് ക്രിയ ചെയ്യത്തില്ല. അതുകൊണ്ട് സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധി ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും അത് ജീവിതത്തിന് ഉപകാരപ്രദമാകും. അത് ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമാക്കി ദൈവം മാറ്റുവാടയാക്കും. നമുക്ക് കാണാപ്പെടാമായിരിക്കുന്ന വചനമാണ് ജനസിസ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചുകൊണ്ടിരുമ്പോൾ, ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്നാണ് ദൈവിക സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജഡത്തെ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആത്മാവിനാലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നു, ജഡത്തിലല്ല ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഇതിനകത്ത് എനിക്ക് ആത്മാവിലുള്ളൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ 2026 ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ജീവിതങ്ങളുടെ മേൽ നിറവേറും. പൈശാചിക ശക്തികളുടെ മേൽ ദൈവജനം ജയമെടുക്കുന്ന നാളുകളാക്കി ദൈവം മാറ്റും. എനിക്ക് വ്യക്തമായിട്ടറിയാം, ഈ വചനം വെളിപ്പെടുവാൻ ഇഷ്ടമില്ലാത്ത ഒരുത്തനുണ്ടെങ്കിൽ പൈശാചിക മണ്ഡലമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും പിശാച് മറച്ചിട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് വെളിപ്പെട്ട ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് ഹല്ലേലൂയ, ഇന്ന് ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയാകും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ജഡത്തെ സൃഷ്ടിച്ചത്. ജഡവും ആത്മാവും തമ്മിലൊരു ശത്രുത ഇല്ലായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉന്നതമായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയും, ദൈവനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് അഥവാ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് കിടക്കുന്ന 2 വാക്യങ്ങൾ നമുക്ക് ആധാരമായിട്ട് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. ഇയ്യോബിന് ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇയ്യോബ് പൊടിയിൽ ഞാൻ ദേഹസഹിതനായി തീർന്നാലും, ഞാൻ മണ്ണോട് മണ്ണായി തീർന്നാലും എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണുമെന്ന് ഇന്നത്തെ പെന്തക്കോസുകാർക്ക് അറിയത്തില്ലെങ്കിലും ബൈബിൾ എഴുതുന്നതിന് മുമ്പുള്ള ഇയ്യോബിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഇതാണ് വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. നമ്മളെ മുന്നോട്ട് നടത്തുവാനും അന്ത്യം വരേക്കും പിടിച്ചു നിർത്താനും കഴിയുന്ന ദൈവിക വിശ്വാസം അതാണ്. അപ്പോൾ ഇയ്യോബ് പറയുകയാണ് അതിൻ്റെ 33:4 ദൈവത്തിൻ്റെ ആത്മാവ്, അതല്ലേ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ജോബ് 33:4 കിട്ടിയെങ്കിൽ നമുക്ക് വചനം ഉണ്ടെങ്കിൽ വചനം തുറക്കാം, അത് വായിക്കാം. ഞാൻ വിശ്വസിക്കുന്നു വചനം സൗഖ്യമാക്കും, വചനം വിടുവിക്കും, വചനം ചിലതിനെ ക്രിയേറ്റ് ചെയ്യും. വചനം ഈ ദിവസങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. വചനം നമ്മളെ സ്വതന്ത്രമാക്കുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അപ്പൊ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്.
എൻ്റെ ഈ ജഡത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു. ദൈവം കണ്ണാടി ഒരു കണ്ണാടി കൂടിനകത്ത് ആർക്കും സൃഷ്ടിച്ച് ദൈവത്തെ ഇരുത്താൻ കഴിയത്തില്ല. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. സ്തോത്രം, കണ്ടവരുണ്ടെങ്കിൽ പുത്രനായ യേശു മാത്രമേ ഉള്ളെന്നാണ് തിരുവചനം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം ജീവനെ തന്നു. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ അവനെന്ത് സംഭവിച്ചു? അവന് ജീവൻ വന്നു. എനിക്ക് ജീവൻ തന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്നെ ഇന്നും ജീവനോടെ നിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഉള്ളിൽ മൂക്കിക്കൂടെ പോകുന്ന ശ്വാസമല്ല, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അല്ലെങ്കിൽ മൂക്കി പോകുന്ന ശ്വാസം പുറത്തോട്ട് പോയത് അകത്തോട്ട് പോയില്ലെങ്കിൽ ആളുടെ പേര് മാറുമ്പോൾ നമുക്കറിയാം. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്തിൻ്റെ അത് ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റുവാൻ കഴിയുന്നതും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ആമേൻ. അപ്പോൾ കർത്താവ് പറയാണ്, ഇത് എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അതിൻ്റെ അടുത്ത വാക്യം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 32:8. ഇങ്ങനെ പോയാൽ മിക്ക ഒരു 5-6 ദിവസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വതം ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ 33:8. ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ. അതല്ല, 32:8 പറയുകയാണ്, അതാണെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യരിൽ എന്താണുള്ളത്? ആത്മാവുണ്ടല്ലോ. 32. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. അപ്പോൾ മനുഷ്യന്റെ അകത്തൊരാത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ആത്മാവിനെ തന്നു. അപ്പം യു ഹാവ് എ സ്പിരിറ്റ് ഇൻസൈഡ് ഓഫ് യു. ആ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആമേൻ. ദുരാത്മാവും ഉണ്ട്. സ്തോത്രം. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം എൻ്റെ അകത്തളങ്ങളിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ വരുമ്പോൾ അകത്ത് പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ അവിടെ ജീവൻ വരുന്നത്, നിത്യജീവൻ വരുന്നത്, ദൈവവുമായിട്ടുള്ള സഹവർത്തിത്വം വരുന്നത് ആത്മാവിലൂടെ മാത്രമേ ഉള്ളൂ. ജഡത്തിലൂടെ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഒരിക്കലും ജഡത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല, ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. ഇഫ് യു വാണ്ട് എ കണക്ഷൻ വിത്ത് ഗോഡ്, യു നീഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. യു നീഡ് എ കണക്ഷൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എൻ്റെ ഉള്ളിൽ ആത്മാവിനെ തന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ എനിക്ക് കണക്ഷൻ ഉള്ളത് മറ്റൊരാത്മാവുമായിട്ടല്ല. മൈ കണക്ഷൻ, മൈ റിലേഷൻഷിപ്പ് ഈസ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ അല്ലെങ്കിൽ ഇതിന് ഒരു കാര്യവും മനസ്സിലാകത്തില്ല. സ്വതം. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കും തോറും ഇതിനോടുള്ള അഭിവാഞ്ച കൂടുന്നതല്ലാതെ കുറയത്തില്ല. ഈ പുസ്തകം എടുത്തു വെച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോകത്തില്ല. കാരണം ഉറങ്ങുന്നത് പലപ്പോഴും ജഡത്തിൽ വായിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവാണ് ഈ വചനം എഴുതിയത്. പരിശുദ്ധാത്മാവാണ് വചനം എഴുതിയത്. ഈ വചനം മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ ഉടയവനുള്ളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ അകത്തളങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു കണക്ഷൻ, ഒരു ശക്തി, ഒരു റിലേഷൻഷിപ്പ് ഈ ദിവസങ്ങളിൽ ജഡമല്ല എന്നെ നയിക്കുന്നത് പരിശുദ്ധ ആത്മാവായിരിക്കണം. ആത്മാവിലുള്ളവർ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആത്മാവിനാൽ നിറയപ്പെടുന്നവർ മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഈ ആത്മാവ് മുഖാന്തരമാണ് ആവാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, മനുഷ്യൻ്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഞാൻ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. പ്രോവേർബ്സ് 20:27 വായിച്ചാൽ മനസ്സിലാകും അതിൻ്റെ കാരണം എന്താണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ദൈവം നമുക്ക്
ദൈവവചനം വ്യക്തമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യങ്ങൾ വ്യക്തമായി വെളിപ്പെടണമെങ്കിൽ പലപ്പോഴും നമുക്ക് സാധിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും അതിന് കൊടുക്കേണ്ടുന്ന ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ടാണ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ദി സ്പിരിറ്റ് ഓഫ് എ മാൻ ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ്, സെർച്ചിങ് ഓൾ ദ ഇന്നർ ഡെപ്ത്സ് ഓഫ് ദി ഹാർട്ട്. നമ്മുടെ ഉള്ളിലുള്ള സകല കാര്യങ്ങളും, നമ്മുടെ ഉള്ളിലുള്ള വേദനകൾ, നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ഉള്ളിലെ വേദനകൾ, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ ഒരാളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുള്ള ദീപമാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. അപ്പോൾ വചനം നമ്മൾ കേൾക്കുന്നത് ആത്മാവിലായിരിക്കും. അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു കൂട്ടുബന്ധത്തിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കണ്ണ് കാണാൻ കഴിയാത്ത ഒരാളും ചെവി കേൾക്കാൻ കഴിയാത്ത ഒരാളോടും നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ സംസാരിച്ചാലും പറയുന്ന ആൾക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം സംസാരിക്കണമെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നവരോടാണ് ദൈവം സംസാരിക്കുന്നത്. ആത്മീയ ശ്രവണം തുറന്നവരോടാണ് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ദൈവശബ്ദം നമുക്ക് കേൾക്കാതിരിക്കുന്നത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണം ആത്മീയ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടിട്ടില്ല. ദൈവവചനം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ കേവലം രക്ഷയ്ക്കകത്ത്, ദൈവിക അനുഭവത്തിനകത്ത്, ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിനകത്ത് നിൽക്കുവാനല്ല, അതിനപ്പുറത്ത് ദൈവവുമായിട്ടുള്ളൊരു സഹവർത്തിത്വത്തിലേക്ക് ദൈവശബ്ദം കേൾക്കുന്നവരാക്കി, ആത്മീയ കണ്ണുകൾ തുറന്നവരായി ഈ ദിവസങ്ങളിൽ മാറുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ടെങ്കിൽ ചില ദൈവപ്രവർത്തികൾ കർത്താവ് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. അത് ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ചേരുമ്പോൾ, നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്നത്. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി ഇപ്പം നമുക്ക് പറയാൻ കഴിയത്തില്ല. ദൈവം അനുവദിച്ചാൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ചിലർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലാത്തതായിരിക്കാം. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം, ദൈവസഭയ്ക്കകത്തുള്ള വിഷയം, വിശ്വാസികളുടെ ജീവിതത്തിലുള്ള വിഷയം, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നൊരു വിഷയം, ഈ ദൈവവചനം രക്ഷിക്കപ്പെട്ടിട്ടും ദൈവവചനം വായിച്ചിട്ടും ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനോട് എനിക്കൊരു പ്രതിപത്തിയില്ലായിരുന്നു. അല്ലെങ്കിൽ പക്ഷെ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിനകത്ത്, നമ്മുടെ ഞായറാഴ്ച ആരാധനയ്ക്കകത്ത് ഒതുങ്ങുന്ന ആത്മീയ ജീവിതത്തിനപ്പുറത്ത് ദൈനംദിനം ഉള്ള ദൈവികമായിട്ടുള്ള കൂട്ടുബന്ധത്തിനകത്ത് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവസഭയാക്കി മാറ്റുവാനാണ് ദൈവസഭയെ പറ്റിയുള്ള പദ്ധതി. സ്തോത്രം. കുറെ പ്രവചനവും ദൂതും കേട്ട് ജഡത്തിൽ സന്തോഷിച്ച് മങ്ങിപ്പോകുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയുടെ അനുഭവം വരുമ്പോൾ, യഥാർത്ഥത്തിൽ ആത്മീയരായി തീർന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും സ്വതന്ത്രം ആത്മീയ മണ്ഡലങ്ങളും പൈശാചിക മണ്ഡലങ്ങളുടെ മേലും ജയം തരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയണമെങ്കിൽ ആരും കൈവെക്കേണ്ടവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അകത്തളങ്ങളിൽ പ്രവർത്തിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ മടങ്ങി വരുന്ന ചില നാളുകൾ, മടക്കി കിട്ടേണ്ട ചിലത് ഈ ദിവസങ്ങളിൽ മടങ്ങി വരുന്ന നാളുകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ വസിക്കുന്ന ജഡശരീരം ഒരു കൂടാരമാണ് എന്ന് പലയിടങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ജഡത്തെ നമ്മൾ എത്ര പ്രീതിപ്പെടുത്തിയാലും, ജഡത്തിന് എത്ര അധികം നമ്മൾ പ്രാധാന്യം കൊടുത്താലും, സ്തോത്രം, എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ, നമുക്കെല്ലാവർക്കും കുറച്ചുകൂടെ ഒക്കെ നല്ല സ്വന്തം ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ തന്നെ മോഡിഫൈ ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. സ്തോത്രം. അല്പം കഴിയുമ്പോഴത്തേക്കും ഇത് ശോഷിച്ച്, സ്തോത്രം, ഇത് തൊക്കൊക്കെ നമ്മൾ ക്ഷീണിച്ച് പിന്നെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പൊടിയായി മാത്രമാണ് മനുഷ്യൻ്റെ ശരീരം അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനത് പറയുന്നത്, സ്തോത്രം, മനുഷ്യ ശരീരത്തിനപ്പുറത്ത്
നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഇത് കൂടാരമാണ്. സോ ദിസ് ഇസ് എ ടെന്റ്. വി ആർ ലിവിങ് ഇൻ ദിസ് ടെന്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വെളിപാട് കിട്ടിയ പത്രോസ് പറയുകയാണ്, ഈ കൂടാരം അഴിയുവാൻ സമയമായിരിക്കുന്നു. പല ഇടങ്ങളിലായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൂടാരം പൊളിഞ്ഞു പോകും. പക്ഷേ കൈപ്പണിയല്ലാത്ത ഒന്ന് ദൈവം നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജഡശരീരത്തിൻ്റെ മേൽ ഈ ദിവസങ്ങൾ ജയമെടുക്കണമെന്ന്, ജഡത്തിൻ്റെ മേൽ നമുക്കൊരു ജയം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുകയുള്ളൂ. കാരണം ഒരു പിശാചിനാൽ ബന്ധിക്കപ്പെട്ട, പിശാചിനാൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. ഞാനൊരു ചില സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. പക്ഷേ അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാൻ മേലാത്തതുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. നമ്മുടെ ഈ ജഡം, സ്തോത്രം, അഴിഞ്ഞു പോകുന്ന ഈ ജഡം യഥാർത്ഥത്തിൽ ദിസ് വാസ് എ ഗ്ലോറിയസ് ബോഡി. ഇതിനകത്ത് കറപ്ഷൻ വന്നപ്പോഴാണ് ജഡത്തിനകത്ത് ജഡം ഡീക്കേ ചെയ്യാൻ തുടങ്ങിയത്. ആ പാപം ആദമും ഹവ്വയും അനുസരണക്കേട് ചെയ്തതിന് ശേഷമാണ് ഈ ജഡവും ഇതിനകത്തിരിക്കുന്ന ആത്മാവുമായിട്ടൊരു പ്രശ്നം വന്നത്. അന്ന് വരേക്കും ജഡം ആത്മാവ് പറയുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇപ്പോൾ ഇങ്ങനെയല്ല. ഇപ്പം ജഡം പറയുന്നത് ആത്മാവ് അനുസരിക്കേണ്ട സിറ്റുവേഷനാണ്. കാരണം എനിക്ക് ഈ വചനം അറിയാം, എനിക്ക് ദൈവിക സത്യങ്ങൾ അറിയാം, ദൈവത്തിൻ്റെ പൊരുളുകൾ അറിയാം, വിശുദ്ധി എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ പലപ്പോഴും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ആത്മാവിന് അറിയാൻ വരാത്തതുകൊണ്ടല്ല. കാരണം ജഡത്തിന് ആത്മാവിൻ്റെ മേൽ കാലും ശക്തിയുണ്ട്. ശക്തി അതിന് കൺട്രോൾ ചെയ്യുന്നത് ജഡമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നിത്യയുടെ അവകാശിയായി തീരാൻ കഴിയത്തില്ല എന്ന് മറ്റൊരു രീതിയിൽ പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ക്രിസ്തുവിൽ ഉള്ള നല്ല പ്രവൃത്തികളാണ് ഒരുവരെ നിത്യതയിൽ എത്തിക്കുന്നത്. ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ കിട്ടും. സ്തോത്രം. വിത്ത് വിതച്ചാൽ കൊയ്യും. അത് 100%. അത് മെറ്റീരിയൽ ആണെങ്കിലും ഫിസിക്കൽ. ആത്മീയമായിട്ടുള്ളത് വിതച്ചാൽ ആത്മീയമായിട്ട് കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ കൊയ്യും. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ ആത്മാവിൽ ജീവിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാനും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. കൂടുതൽ വെളിപ്പാടുകൾ ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാനീ പറയുന്നതിനേക്കാളും നല്ല വെളിപ്പാട് സത്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. കാരണം അതിൻ്റെ പൂർണ്ണത ആർക്കും വഴിയില്ല. അല്പസ്വല്പമൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അല്പം നമുക്കുണ്ടെങ്കിലും ആ ചെറിയ വെളിച്ചം മതി നമുക്ക് മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. ഇത് മുഴുവൻ പഠിച്ചിട്ട് ഹല്ലേലൂയ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. കിട്ടിയ വെളിപ്പാട് ഉള്ളിൽ ഈ ദിവസങ്ങളിൽ ഒന്ന് കത്താൻ തയ്യാറാണെങ്കിൽ അടുത്തയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്താൻ പോവാം. അപ്പോൾ ജഡം എന്തുകൊണ്ടാണ് ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ വീഴ്ച വരാനുള്ള കാരണം? ജഡത്തിൻ്റെ താല്പര്യങ്ങളാണ് അവരെ വീഴ്ത്തിയത്. അവിടെ പിശാച അലർന്ന സിംഹം എന്നതുപോലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും ഇതിനകത്തേക്ക് ആദാമ്യ സന്തതിക്ക് ചുറ്റും പിശാച് ഈ വചനം പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലും എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കി അതിനകത്ത് കടന്നു വന്ന് പ്രവർത്തിക്കാൻ ഇന്നും പൈശാചിക മണ്ഡലം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് എൻ്റെ ജഡമാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഈ ഡിമോണിക് സ്പിരിറ്റ്സിന് വാസം ചെയ്യാൻ ഒരു സ്ഥലം വേണം. ഇതെവിടെയെങ്കിലും പോയി ഇരിക്കും. ഇതിന് കൂടുതൽ താല്പര്യം
കൂടുതൽ പവറുള്ളവരെയാണ് ഞാനിത് സ്തോത്രം അധികാരമുള്ളവരെയാണ് താല്പര്യം. അതുകൊണ്ട് ഹിറ്റ്ലറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ അകത്ത്, യൂദാസിനെ പോലെയുള്ളവർ അകത്ത് കയറാൻ വേണ്ടി ഭയങ്കര താല്പര്യമാണ്. കാരണം ഹി വാണ്ട്സ് അറ്റൻഷൻ. സ്വതം എല്ലാവരും അവനെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ പൈശാചിക മണ്ഡലത്തിന് താല്പര്യം. ഞാൻ ആത്മീയ വശം പറയുകയാണ്, ഇത് പറയേണ്ട കാര്യമല്ലെങ്കിലും. കാരണം ഒരു പൈശാചിക മണ്ഡലം ഒരുവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു സൈൻ കൂടുതൽ ഹീ വിൽ ബി സെൽഫ് ഫോക്കസ്. അവരെ പറ്റി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും. എല്ലാവരും അവരെ നോക്കണം, അവരെ പറ്റി പറയണം, അവർക്ക് പറയാൻ പറ്റുന്ന അവരെ പറ്റി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദാറ്റ് മീൻസ് there is a spirit inside who wants the attention. അവനിലേക്ക് അതുകൊണ്ടാണ് സ്തോത്രം the spirit of the darkness needs a place to stay. എവിടെയെങ്കിലും ഇരിക്കണം. അതിന് നമ്മുടെ ശരീരത്തിൽ ഇരുന്നു അത് പുറത്തു പോയി. പക്ഷേ വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നുകയറ്റം നടത്തുന്നത് പലപ്പോഴും നമ്മുടെ ജഡത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതവൻ്റെ ശക്തി കേന്ദ്രമാണ്. സ്തോത്രം. അതിനകത്ത് പേര് വ്യത്യാസമില്ല. വചനം പറയുന്നവരും കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ ശരീരത്തിൽ പെർഫെക്റ്റായിട്ട് സ്പിരിറ്റും ബോഡിയായിട്ട് പെർഫെക്റ്റായിട്ട് ഒരു ടാൻഡം, ഒരു ബാലൻസ് പോയൊരു വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം സ്തോത്രം. ജീസസ് വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഒരു അണുനിമിഷം പോലും കർത്താവിനെ ജഡം ഒരിക്കലും നയിച്ചിരുന്നില്ല. വാട്ട് വാസ് ലീഡിങ് ജീസസ് ക്രൈസ്റ്റ് വാസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ജഡത്തിൽ ഈ പാപമുണ്ട്, അല്ലെങ്കിൽ ഈ പാപത്തിനകത്ത് ആണ് പൈശാചിക മണ്ഡലത്തിൻ്റെ സ്ട്രോങ് ഹോൾഡ്. പലപ്പോഴും ഈ പിശാചുക്കളെ ഡിമോണിക് സ്പിരിറ്റ്സിനെ പുറത്താക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ഇതിന് പുറത്ത് പോയാലും ഈ പുറത്ത് പോയ വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ആ സ്വാധീന വലയത്തിനകത്ത് അവർ ജീവിക്കുന്നതെങ്കിൽ ഇത് തിരിച്ചു വരും. കാരണം ദിസ് ഈസ് ദ പ്ലേസ്, അതാണ് അവൻ്റെ സ്ഥലം. അല്ലെങ്കിൽ ഹി ഹാസ് നോ പവർ ഓവർ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മളെ സ്വാധീനിക്കുവാൻ, നമ്മളെ നിയന്ത്രിക്കുവാൻ ഈ ശക്തിക്ക് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ടുള്ളവരുണ്ട്, പിശാചിനാൽ ഒപ്രസ് ചെയ്യപ്പെട്ടവരുണ്ട്. അപ്പം നമ്മളെ പലപ്പോഴും ഞെരുക്കുന്ന ഒരു ശക്തി പുറത്തുണ്ട്. ആ ശക്തി നമ്മളെ ഞെരുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു സ്ട്രോങ്, ഞങ്ങളുടെ അതിലേക്ക് പിന്നീട് വരാം. സ്തോത്രം. അപ്പോൾ അത് മനസ്സിലാക്കി അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ജഡത്തിൽ ജയിക്കാൻ തുടങ്ങും, പിശാചിൻ്റെ മേൽ ജയിക്കാൻ തുടങ്ങും. പിശാചിന് ഒരുപക്ഷെ ചിലർ ഡിപ്രഷൻ കൊണ്ട്, പൈശാചിക മണ്ഡലം പലപ്പോഴും ഡിപ്രഷൻ കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതത്തെ ഞെരുക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് പലപ്പോഴും നമ്മളിലേക്ക് ഭയത്തിൻ്റെ ഒരു ആത്മാവ് കടന്നു വരും. അത് ആ ആത്മാവിനെ ജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസ ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനും തുടങ്ങുമ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. സ്തോത്രം. അങ്ങനെയാണ് ഈ ഭയത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിൽ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. കാരണം ഈ പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസാണ് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട 3-ാം സ്വർഗത്തിലിരിക്കുന്ന അവർണ്ണനീയമായ കാര്യങ്ങൾ ഒരു മനുഷ്യ കണ്ണുകളും കാണാത്തത്, ഒരു ഹൃദയത്തിന് മനസ്സിലാകാത്തത്, ദൈവിക മഹത്വത്തിൻ്റെ ഒരു ദർശനം പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ തിരിച്ച് ഭൂമിയിൽ, അത് ജഡത്തിലല്ല എടുക്കപ്പെട്ടത്, ആത്മാവിൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിയെ എനിക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ നിത്യത ഒരു സത്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് അദ്ദേഹത്തിൻ്റെ എൻ്റെ വചനങ്ങൾ പകർന്നു കൊടുക്കുവാൻ ഇടയായി. അപ്പോൾ നമ്മളെ ജീവിതത്തിലും
നിത്യത എന്നൊരു സത്യമുണ്ട്, സ്വർഗമുണ്ട്, അവിടെ മഹത്വമുണ്ട്. ഈ ശരീരം വിട്ട് മഹത്വമുള്ളൊരു ശരീരം ധരിക്കുന്ന ദിവസമുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം 5:17 പറയുകയാണ്. കഴിഞ്ഞ് നമുക്ക് വായിക്കാം. സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ സത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ വചനവുമായി ബന്ധപ്പെട്ട് ഇതെവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഗലാത്യർക്ക് ലേഖനം 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ അവ തമ്മിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ജഡവുമായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു യൂണിറ്റി പോകാൻ കഴിയത്തില്ല. അവർ തമ്മിലൊരു ശത്രുതയാണ്. പക്ഷേ ജഡാഭിലാഷം, അതെ, റോമർക്ക് 7-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ ജഡത്തിൽ പാപത്തിൻ്റെ രാഗങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വ്യാപരിച്ചുകൊണ്ട് ഇരുന്നു. ലോകത്തിൻ്റെ അധിപതിയായ ലോകത്തിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ അനുസരണക്കേടിൻ്റെ മക്കൾ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ഇൻഫ്ലുവൻസിനകത്തായിരുന്നു നമ്മളിൽ പലരും. അപ്പം ജഡത്തിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എൻ്റെ ജീവിതം. ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ കയറിയില്ല. സ്തോത്രം. എന്നെ നിയന്ത്രിക്കുന്നത് മറ്റെന്തൊക്കെയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയി. സ്തോത്രം. പലരും പല രീതിയിലുള്ള വിഷയങ്ങൾക്കുള്ളിൽ പോയി പെടുന്നത് ഈ ഒരു ആത്മാവ് അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ 15 വായിക്കാം. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അതെ. അപ്പം ഇത് തിരിച്ചറിയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ ഉള്ളിൽ പാപം ഇല്ല എന്ന് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അവൻ കള്ളം പറയുക. സ്തോത്രം. ഹല്ലേലൂയ. വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പലരും ചോദിക്കുക, പറയാം ഞങ്ങൾ നല്ല മനുഷ്യരാണ്. പക്ഷേ ദൈവസന്നിധിയിൽ പാപമെന്ന് പറഞ്ഞാൽ പോയി എന്തെങ്കിലും പുറമേ ഉള്ള ചെയ്യുന്നതല്ല, ജഡത്തിൽ വ്യാപരിക്കുന്ന ഒരു പാപത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ജഡത്തിനകത്ത് വ്യാപിക്കുന്നുണ്ട്. അത് അവനെ ബന്ധനത്തിലാക്കുകയാണ്. ഈ ബന്ധനത്തിനകത്ത് നിന്നും പുറത്ത് വരണമെന്ന്, അതിൻ്റെ മേൽ ക്ഷയമെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ മേൽ ക്ഷയമെടുക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവരായി ദൈവപ്രവർത്തികൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയങ്ങളായി. മാത്രമല്ല, ഈ വിശ്വാസത്തിനകത്ത് വന്നിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ പോലും കഴിയാതെ, ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയാൻ പോലും കഴിയാതെ, പൈശാചിക മണ്ഡലത്തിൻ്റെ പിടിയിൽ നിന്നും വിമോചിതരാകാതെ, ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരാതെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം വിശ്വാസികളായി തീരുവാനല്ല ദൈവം ദൈവസഭയെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് മറ്റു ചില വചനം പറഞ്ഞ എളുപ്പമാണ്. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞാൽ, ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും കർത്താവ് അനേകരുടെ വിടുതലിനാക്കി ദൈവം മാറ്റും. ദൈവകരങ്ങൾക്കുള്ളിൽ ദൈവം ഒരു നല്ല സാക്ഷിയാക്കി ദൈവം മാറ്റും. മാത്രമല്ല, ദൈവിക അധികാരത്തെ ദൈവം പകരും. ദൈവിക പ്രവർത്തികൾ, കഴിഞ്ഞ നാളുകൾ വെളിപ്പെടാതിരിക്കുന്ന ദൈവപ്രവർത്തികൾ ജീവിതങ്ങളുടെ മേൽ ഈ നാളുകളിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ ദിവസങ്ങൾ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ, ആത്മാവിലുള്ള ജീവിതത്തിൽ, ജഡത്തിലല്ല വിശ്വാസി ജീവിക്കുന്നത്. വിശ്വാസികൾ ജീവിക്കുന്നത് ആത്മാവിലാണ്. അതിനാണ് വിളിക്കപ്പെട്ടത്. ഹല്ലേലൂയ. പരാജയങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നത് ആത്മാവിലാണെന്ന് ഞാൻ വിചാരിച്ച് ജഡത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. ആത്മാവിലുള്ളതും ജഡത്തിലുള്ളതും എന്നാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ പൈശാചിക മണ്ഡലങ്ങൾ തകരും. ഈ ദിവസങ്ങളിലും ദൈവിക പ്രവർത്തികൾ ജീവിതങ്ങളിൽ വെളിപ്പെടും.
അപ്പോൾ ഈ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ കുറിയവനല്ല, ചെറിയവനല്ല, ആമേൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ നമ്പർ 1. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നതിൻ്റെ ലക്ഷണം അദ്ദേഹം അല്ലെങ്കിൽ അവൻ കുറേ പ്രസംഗം ചെയ്തുകൊണ്ട് ഞാൻ നല്ല പ്രസംഗം ചെയ്തെന്നുള്ളതല്ല, ദൈവിക പാപം എന്താണെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ബോധ്യം ഒരുവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ആത്മീയനായി തീരുന്നത്. അവൻ ദൈവത്തോട് കൂടുതൽ അടുത്തെന്ന് മനസ്സിലാകുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് താഴ്മ വന്നുകൊണ്ടിരിക്കും. ആത്മീയൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി എപ്പോഴും ഒരു ദാഹമുള്ളിലാണ്. അങ്ങനെയുള്ള ദൈവമക്കൾ ഇതിനകത്ത് ആമേൻ ആയിത്തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നതായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാൾ ഏറെ കർത്താവേ അവിടുത്തെ രുചിച്ചറിയുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങളുടെ മേൽ ക്ഷയമെടുക്കുവാൻ, പാപശക്തിയുടെ മേൽ ക്ഷയമെടുക്കുവാൻ, എന്നെ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ എൻ്റെ ശരീരത്തിലൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ക്ഷയമെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹോദരൻ, ഞാൻ വിചാരിച്ചു ഞാൻ വലിയ ആത്മീയനാണെന്ന്. ഞാൻ പെട്ടെന്ന് നമ്മളൊക്കെ പെട്ടെന്ന് രക്ഷിക്കപ്പെട്ടപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ 5 ദിവസം ധ്യാനമൊക്കെ കഴിഞ്ഞ് ആത്മാവിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും സുഖമാണ്, ഞാനൊരു നല്ല മനുഷ്യനായി. സ്തോത്രം, എല്ലാ കാര്യങ്ങളും നന്നായി വിചാരിച്ചു. പുറത്തിറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി പഴയ മനുഷ്യൻ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ മേൽ വ്യത്യാസം കൊണ്ട് ഇല്ലെന്നുള്ളതല്ല, പക്ഷേ പലയിടങ്ങളിലും ക്ഷയമെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ക്ഷയമെടുക്കുവാനുള്ള ഉപാധികൾ ദൈവവചനത്തിനകത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എല്ലാ കാര്യങ്ങളും വചനത്തിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരാഗ്രഹമുണ്ട്, കർത്താവേ, ഈ 2026 ആമേൻ എന്നെ യഥാർത്ഥത്തിൽ ആത്മീയനായി ഈ ദിവസങ്ങൾ മാറ്റണമേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവിക സ്വഭാവമുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ഇത് പോരെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിടത്തും കിട്ടാത്ത, ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു ദൈവിക സമാധാനം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ പകരുവാനിടയാകും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ആമേൻ. അതിൻ്റെ 18-ാം വാക്യം പറയുകയാണ്, എന്നിലെന്ന് വച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നന്മ ഇല്ലെന്നുള്ളതല്ല, നന്മയ്ക്ക് വസിക്കാൻ കഴിയുന്നില്ല. നന്മ ഉണ്ട്, ഹല്ലേലൂയ. പക്ഷേ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല. വചനം അറിയാം, ബൈബിൾ സ്കൂളിൽ പോയി ഡോക്ടറേറ്റ് എടുത്തു, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ചിലർക്ക് തിയറി അറിയാം, പക്ഷേ പ്രാക്ടിക്കലിന് ഫെയിൽ ചെയ്യാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെക്കണ്ട. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിലും അതുണ്ട്. പക്ഷേ ഈ ജഡം എന്നെ നിയന്ത്രിക്കാനല്ല, ഈ ജഡത്തിൻ്റെ മേൽ ഞാൻ ജയമെടുത്തുകൊണ്ട് ബ്രിങ് ദ ഫ്ലഷ് അണ്ടർ മൈ കൺട്രോൾ ആൻഡ് ദ സ്പിരിറ്റ്, മൈ സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ലീഡ് മൈ ലൈഫ്. എൻ്റെ ആത്മാവാണ് എന്നെ ഈ ദിവസങ്ങൾ നയിക്കാൻ പോകുന്നത്. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കൾ ദൈവമക്കളാണ്. ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന 3 ആൽഫബറ്റ്സാണ് എസ്, ഐ, എൻ. മറ്റ് ഒന്നിനും ദൈവമക്കളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുവാൻ കഴിയത്തില്ല. ഈ SIN എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ടു മൈ ഗോഡ്, ഐ ക്യാൻ സീ മൈ ഗോഡ്. സ്തോത്രം, സ്തോത്രം. ഇറ്റ്സ് സീരിയസ്, ഇറ്റ്സ് വെരി സീരിയസ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വീണ്ടെടുത്തതിനായിട്ട് അത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. അത്ര സീരിയസ് ആയതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ശരീരത്തെ തകർക്കുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്ന ഒരു പാപയാഗമായി തീരണമെങ്കിൽ there is a reason, and sin is serious and we have victory over sin. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും നല്ല ദൂതുണ്ടെങ്കിൽ ദൈവമക്കളുടെ ദൂത് നമുക്ക് ജയമുണ്ടെന്നുള്ളതാണ്.
പാപത്തിൻ്റെ മേൽ ജയമെടുക്കുന്നതിന് മുമ്പിൽ ഒരു പൈശാചിക ശക്തികൾക്കും നിലനിൽക്കാൻ കഴിയത്തില്ല, ഒരു ബുദ്ധിമുട്ടിനും നിൽക്കാൻ കഴിയത്തില്ല, ഒരു പ്രതിസന്ധിക്കും നിൽക്കാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിലും ആമേൻ ജയമെടുത്ത ദൈവമക്കൾ ഈ ദിവസങ്ങളിലും ആ പൈശാചിക മണ്ഡലങ്ങളിലെ ജയമെടുക്കും, ജീവിതത്തിൽ മുന്നോട്ട് പോകും, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും, ആത്മീയ ഫലങ്ങളിൽ ഈ ദിവസങ്ങൾ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങും. ഈ ദിവസങ്ങളിലും അതേ ഒരു യഥാർത്ഥ വിശുദ്ധി ആമേലേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു നിയമം ഞാൻ കാണുകയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവയവങ്ങൾ കാണുന്നത്. അപ്പോൾ ദൈവം കൊളോസ്യർക്ക് ലേഖനം 2:11 കുറച്ചുകൂടെ കട്ടി കൂടിയ ഒരു ഭാഗമാണ്. അത് പറയാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളാരും ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ ഈ ജഡശരീരത്തെ എങ്ങനെയാണ് ക്രിസ്തയേശു നമുക്ക് വേണ്ടി അതിൻ്റെ മേൽ ക്ഷയമെടുത്തത്? അവിടെ കൊളോസ്യർക്ക് ലേഖനത്തിൽ അവിടെ 2:11 പറയുകയാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവിക മർമ്മമാണ് പുതിയ നിയമത്തിലെ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ പ്രവർത്തിക്കുള്ളിൽ ദൈവമായിട്ടുള്ള കവനന്റ് പ്രോമിസിലേക്ക് എൻ്റർ ചെയ്യുന്നത് ബാപ്റ്റിസത്തിലൂടെയാണ്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ദൈവവുമായിട്ടുള്ള കവനന്റ് വാസ് ദ സർക്കംസിഷൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ് ക്രിസ്തയേശുവിൻ്റെ പരിച്ഛേദന, 8-ാം നാൾ യേശു ക്രിസ്തു പരിച്ഛേദനയേറ്റവനാണ്. അപ്പോസ്തലനായ പൗലോസ് യഹൂദൻ അതെ ബെന്യാമീൻ ഗോത്രക്കാരെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു എബ്രഹാമുമായിട്ടുള്ള കവനന്റിൽ എബ്രഹാമിലൂടെ ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങളും ലോകത്തിലുള്ള എല്ലാ 5 വൻകരകളിലും പാർക്കുന്ന സകല ജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ആമേൻ കർത്താവായ ക്രിസ്തുയേശു ആ എബ്രഹാമിലൂടെ കടന്നു വരുമെന്നുള്ള ഒരു വാഗ്ദത്ത ഉടമ്പടിയുടെ സൈനാണ്. ഒരു കാര്യം എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക്. പക്ഷെ അതിൽ ഇസ്രായേലുമായി ചെയ്ത കവനന്റാണ് ശരീരത്തിൽ. ഇറ്റ് വാസ് എ മാർക്ക് വിച്ച് വാസ് പുട്ട് ഓൺ them. But in the New Testament നമുക്കുള്ളത് ബാപ്റ്റിസത്തിലൂടെ. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ എന്താണ് ചെയ്തത്? ഹി ഡിഡ് എ സർക്കംസിഷൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ നമുക്ക് വേണ്ടി പഴയ മനുഷ്യനെ ക്രൂശിൽ തറച്ചു. എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ ക്രൂശിൽ കർത്താവ് പഴയ ശരീരത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന് പാപമില്ലായിരുന്നു. പാപമില്ലാത്തൊരു ശരീരം, one who did not know sin became sin. പാപം അറിയാത്തവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, പാപം അറിയാത്തവൻ പാപമായി തീർന്നു. മനസ്സിലാകുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. മനസ്സിലാകുന്നില്ല പിന്നെ ചോദിക്കാമെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. കാരണം എനിക്കറിയാം ഇത് കൂടുതൽ പറയപ്പെടാത്തൊരു മണ്ഡലമാണ്. പറഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകുമെന്നുള്ള തോന്നുന്നതുകൊണ്ട് സ്തോത്രം. അധികം കയ്യടിയൊന്നും കിട്ടത്തില്ലെന്ന് അറിയാത്തതുകൊണ്ട് പറയത്തില്ല. സ്തോത്രം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ കാതൽ, ദ കോർ, ദ വെരി തിങ് വിച്ച് ക്യാൻ ഡെലിവർ us is this. ഹല്ലേലൂയ. യേശു പറയുന്ന സൗഭാഗ്യകരമായ ജീവിതം, സമൃദ്ധമായ ജീവൻ, ആമേൻ, കർത്താവ് യേശു ക്രിസ്തു ഇതിനകത്തൂടെയാണ് കർത്താവ് നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, അപ്പോൾ ക്രിസ്തുയേശു കാൽവരിയുടെ ക്രൂശിൽ ചെയ്തത് ഒരു പരിച്ഛേദന. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ വീണ്ടും പാരമ്പര്യത്തിലേക്ക് പോകരുത്. ആമേൻ. ഗലാത്യ ലേഖനത്തിലൊക്കെയും ആമേൻ അതിലേക്ക് മടങ്ങി പോകേണ്ട ആവശ്യമില്ല. ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി ഡൺ ദാറ്റ് അപ്പോൺ ദ ക്രോസ്. അത് കാണിക്കുന്നത് ഈസ് എ സെപ്പറേഷൻ ഓഫ് ആമേൻ ദ ഫ്ലഷ്
ആൻഡ് ദ സ്പിരിറ്റ്, അത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനെ ദൈവം നമ്മളെ ആക്കി തീർക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ ഔട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഓരോ ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണ വിശുദ്ധിയിലെത്താൻ കഴിയത്തില്ല. ബട്ട് യു ക്യാൻ മൂവ് ടുവേർഡ്സ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. യു ക്യാൻ മൂവ് ടുവേർഡ്സ് ദ പെർഫെക്റ്റ്നെസ് ഓഫ് ഗോഡ്. നമ്മൾ ജീവിക്കുന്ന ലോകം പാപകരമായ ലോകമാണ്. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏതു സമയത്തും എന്നെ വീഴിക്കാൻ കഴിയുന്ന പാപത്തിൻ്റെതായ പശ്ചാത്തലങ്ങളും പാപത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന കാഴ്ചകളും പല അനുഭവങ്ങളും പല തരത്തിലുള്ള സാഹചര്യങ്ങളും ശത്രുവായവൻ ഒരുക്കും. പക്ഷെ അതിൻ്റെ മേൽ ദൈവമക്കൾ ജയമെടുക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവപ്രസാദം ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരും. ദൈവം ഇതിനകത്തിരിക്കുന്ന പലരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ വ്യക്താക്കളാക്കി ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇവിടെയാക്കും. ഹല്ലേലൂയ. കേവലം പ്രവചനങ്ങൾക്കുള്ളിൽ മാത്രം കേൾക്കുവാനും വിടുതലുകൾ മാത്രം ആസ്വദിക്കുവാനും ഒക്കെ ജനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അല്പസമയത്തേക്ക് തീരും. അത് വേണം, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതപ്പുറത്ത് ചിലതുണ്ട്. ഹല്ലേലൂയ. നിലനിൽക്കുന്നത് വേണമെങ്കിൽ ആത്മാവിലാകണം, ആത്മാവിലുള്ള ജീവിതമാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് ദാഹമുണ്ട്. കർത്താവേ, ഞാൻ ഈ വചനം പറഞ്ഞിട്ട് പോകും. ഇതിനകത്ത് കുറച്ച് പേർക്ക് ഇതിനു വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നത്തെ വചനം സ്തോത്രം പ്രയോജനപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തയേശുവിൻ്റെ പരിച്ഛേദന അവിടെ പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജഡത്തെ പൂർണ്ണമായിട്ടും വലിച്ചു കീറി. അവൻ ശരീരമെന്ന തിരശ്ശീയെ കീറി ദൈവസന്നിധിയിലേക്ക് ഏത് സമയത്ത് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന തക്കവണ്ണം നമ്മളെ ദൈവമക്കളെന്ന പദവിയിലേക്ക്, അധികാരത്തിലേക്ക് തൻ്റെ ശരീരമെന്ന ദേഹമെന്ന തിരിച്ചിലേക്ക് വലിച്ചു കയറി ആത്മാവെന്ന വാഗ്ദത്തത്തെ ദൈവം പകരുകയാണ്. നോക്കുക, ആ പഴയ ജഡം മാറി. ഈ പഴയ ജഡത്തിൽ ജീവിക്കുമ്പോഴും ഈ മാറി ഒരു പുതിയ ജഡം നമുക്ക് നമ്മുടെ ശരീരം വരുന്നിടം വരേക്കും നമ്മളെ മുന്നോട്ട് നടത്തുവാൻ ദൈവം തന്നെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പുറമേയുള്ള പരിച്ഛേദനയല്ല, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പരിച്ഛേദന കഴിക്കുവാൻ പലയിടങ്ങളിൽ പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൺലി എ സിംബോളിക്. യേശു ക്രിസ്തുവിന്റെ മരണം, ഇറ്റ് വാസ് ഓൺലി എ സിംബൽ, ഇറ്റ് വാസ് ഓൺലി ആൻ ഇമേജ് ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. പൊരുള്, സ്തോത്രം, മറപൊരുളായി കടന്നത് യാഥാർത്ഥ്യമായി തീരുന്നത് നമ്മുടെ ഈ പുതിയ നിയമ ഇസ്രായേലിലാണ്. പുതിയ നിയമ ഇസ്രായേലിൽ ആത്മാവിൽ പരിച്ഛേദന ഏറ്റവരാണ് യഥാർത്ഥത്തിലുള്ള യഹൂദൻ. ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവനാണ് യഥാർത്ഥത്തിലുള്ള യഹൂദൻ. അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അതിനായിട്ട് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. എന്നെ ഒരു യഹൂദനായി, ഒരു ആത്മാവിൽ യഹൂദനാക്കി, യഥാർത്ഥത്തിൽ ഒരു സ്തോത്രം ദൈവവൈതലാക്കി, വാഗ്ദത്തത്തിൻ്റെ സന്തതിയാക്കി ദൈവം മാറ്റി. ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നത് വാഗ്ദത്തത്തിൻ്റെ അവകാശികളായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ അപ്പോൾ പഴയ മനുഷ്യനെ കർത്താവ് ക്രൂശിൽ he nailed it on the cross. രണ്ട് കൈയും പിരിച്ച് രണ്ട് കാലും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ he was nailing my old man on the cross. He was nailing the old man. ജോണി എന്ന പഴയ മനുഷ്യനെ കാൽവരി ക്രൂശിൽ തറച്ചു. He died. ക്രിസ്തു എൻ്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന പാപശക്തിയെ മരിപ്പിക്കാനുള്ള ശക്തി. സ്തോത്രം. ആത്മീയ സത്യം മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എനിക്കിതിനെ മേൽ ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാം. പെട്ടെന്നൊന്നും അത്ഭുതങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിനു വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ this is going to happen through your life. If it's going to, there's going to be a transformation in the people's life. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ മാറാൻ തുടങ്ങും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, അതാണ് സ്നാനം സൂചിപ്പിക്കുന്നത്. അതാണ് ക്രിസ്തുവിൽ ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ ഞാൻ അടക്കപ്പെട്ടു, ക്രിസ്തുവിൽ ഞാൻ പുതിയ ശരീരം കർത്താവ് തരും.
That was what happened on the cross. And I will, when Jesus comes back, I will receive Jesus. കർത്താവിനെ ഞാൻ മേഘങ്ങളിൽ ഞാൻ എതിരേൽക്കും. ഒരു പുതിയ ശരീരം, ആമേൻ, കണ്ണിമയ്ക്കുന്ന മാത്രയിൽ എൻ്റെ ഈ ശരീരത്തിനൊരു മാറ്റം വരും. താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമാക്കി മാറ്റുന്ന ഒരു ദിവസമുണ്ടെന്ന് കെട്ടുകഥയല്ല, കിഴവക്കഥയല്ല, ഇത് സത്യമാണ്. This will happen and Jesus is going to come back. Hallelujah. 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 സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിനെ കാണണം എന്നുള്ള, യേശുവിനെ ആമേൻ കർത്താവുമായിട്ട് ചേരണം എന്നുള്ള ആയിരിക്കണം ദൈവസഭയുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആഗ്രഹം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ദൈവസഭ ഒരുങ്ങണം. അതിനുവേണ്ടിയാണ് എനിക്കൊരു വിളി തന്നിരിക്കുന്നത്. ഹാലലൂയ. ഇത് ആമേൻ ഓരോരുത്തർക്കും ഓരോ വിളിയാണല്ലോ. സ്തോത്രം. ഹാലലൂയ. അതിൻ്റെ മേൽ കിടക്കുന്നൊരു വിളി ഞാൻ വിശ്വസിക്കുന്നു. അത് സ്വതീത, അത് ഉണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ വിളിയും തിരഞ്ഞെടുപ്പുണ്ട്. കേവലം ചില ദൂതുകൾ നമ്മൾ പറഞ്ഞിട്ട് പോകാനല്ല, ദൈവസഭയെ ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിലായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തിലായി തീരുവാൻ, ദൈവത്തോട് നിരപ്പാകുവാൻ, ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന ഒരു ദൈവസഭ ഈ നാളുകളിൽ ഒരുക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സ്പിരിച്വൽ സർക്കംസിഷനിലേക്ക് ദൈവം നമ്മളെ നടത്തുകയാണ്. അപ്പോൾ പഴയ പാപ സ്വഭാവങ്ങൾ നമ്മുടെ മർത്യ ശരീരത്തിൽ വാഴുമ്പോൾ, ആ മർത്യ ശരീരത്തിൽ വാഴുന്ന പാപ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, ഹല്ലേലൂയ, ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല, എന്നിലുമുണ്ട് എന്നൊരു സത്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതിനകത്ത് സമയമുള്ളപ്പോൾ കൊളോഷ്യൻ 3, ഗലാത്യർ 5 ഒക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ജഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതെപ്പോഴും എന്നെ ബദ്ധനാക്കിക്കൊണ്ടിരിക്കും, ദൈവസന്നിധിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെ പറയുകയാണ്, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ വരുന്ന ദൂഷണം, ദുർഭാഷണത്തെയൊക്കെയും വിട്ടുകളയുവേൻ, അന്യോന്യം ഭോഷ്ക് പറയരുത്, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുക. ദാറ്റ് ഈസ് കോൾഡ് സർക്കംസിഷൻ. ഹല്ലേലൂയ. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല. ആമേൻ. കൊളോഷ്യർ 3 സമയമുള്ളപ്പോൾ ഒന്ന് ഇരുത്തി വായിച്ചാൽ ഒരുപാട് സത്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. പഴയ മനുഷ്യനെ മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക, പുതിയ മനുഷ്യനെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഓവർകോട്ട് കൂടെ ഉണ്ട്. ആ ഓവർകോട്ടാണ് സ്നേഹം. ഹല്ലേലൂയ. അത് കിടപ്പുണ്ട്. വായിച്ചാൽ മതി. കൊളോഷ്യർ 3 2 ഡ്രസ്സുണ്ട്. നമുക്ക് ബനിയനിടും, അതിൻ്റെ കൂടി ഷർട്ട് ഇടുന്ന പോലെ നമ്മുടെ അകത്തുള്ള മനുഷ്യനുണ്ട്, അതിൻ്റെ പുറമേ ധരിക്കുന്ന ഓവർകോട്ടാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിനകത്താണ് ദൈവസഭ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ജഡത്തെ അതിൻ്റെ രാഗാമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ആമേൻ. ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ക്രിസ്തുയേശുവിൻ്റെ വരവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ആമേൻ. ക്രിസ്തുയേശുവിൻ്റെ വരവിൽ കാണപ്പെടുന്ന ജനം ആരാണ്? ഹല്ലേലൂയ. ആരാണ്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയുള്ളവരെ കാണപ്പെടത്തുള്ളൂ. എത്ര ഘോരം പ്രസംഗിച്ചാലും, എത്ര വിടുതൽ വന്നാലും, എത്ര രോഗസൗഖ്യങ്ങൾ ചെയ്താലും, ക്രിസ്തുയേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ യു ഹാവ് ടു ഡു ദിസ്. ഹല്ലേലൂയ. 2 വാക്യങ്ങളും നമുക്ക് ആധാരമായി വായിക്കാം. 1 കൊരിന്ത്യർ 15:23 കണ്ട, അതെ, ഗലാത്യർ 5:24. മറ്റൊരു ഭാഗം 1 കൊരിന്ത്യർ 15:23. ഹല്ലേലൂയ. കിട്ടിയെങ്കിൽ ആർക്ക് വേണേ വായിക്കാം. ഓരോരുത്തരും താന്താന്റെ നിലയിൽ അത്രേ, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഗലാത്യർ 5:24 പറയുന്നത് ദോസ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിന് ഉള്ളവർ. ക്രിസ്തു യേശുവിന് നമ്മൾ ക്രിസ്തു യേശുവിന് ഉള്ളവരല്ലേ? ക്രിസ്തു യേശുവിന് ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. അതെങ്ങനെ ക്രൂശിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പകുതി പറഞ്ഞിട്ട് നിർത്തണ്ട. പരിശുദ്ധാത്മ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും, എങ്കിലും പിന്നീട് ദൈവം കഥാവ് അനുവദിച്ചാൽ നമുക്ക് അതിനെ ക്രൂശിക്കുന്നതിനെ പറ്റിയും കൂടെ നമുക്ക് സംസാരിക്കണല്ലോ, അല്ലേ? ഡോക്ടറിനടുത്ത് പോയിട്ട് രോഗം എന്താണെന്ന് പറഞ്ഞ കാര്യം, രോഗത്തിന് മരുന്നുകൾ വേണ്ടേ? അപ്പോൾ രോഗം മനസ്സിലായാൽ അതിനുള്ള മരുന്ന് കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതിനുള്ള മരുന്ന് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള വിടുതൽ ഇതിനകത്തുണ്ട്. ദൈവമക്കൾക്ക് ജയമുണ്ട്. പിശാചിൻ്റെ മേൽ ജയമുണ്ട്. പാപത്തിൻ്റെ മേൽ ജയമുണ്ട്. രോഗത്തിൻ്റെ മേൽ ജയമുണ്ട്. ശാപത്തിൻ്റെ മേൽ ജയമുണ്ട്. സകലത്തിന് പേരും ജയമുണ്ട്. സകലത്തിന് പേരും ജയമുണ്ട്. അത് പൂർണ്ണ ജയം. ആമേൻ. ക്രിസ്തുവിനെ ഞാൻ പൂർണ്ണ ജയാളിയാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു.
ആ പൂർണ്ണ ജയം ഈ ദിവസങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഇതുകൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലേ പൂർണ്ണ ജയം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ ജയമുണ്ട്, ചില മണ്ഡലങ്ങളിൽ പരാജയമുണ്ട്. സ്തോത്രം. പക്ഷെ നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുന്ന ദൈവ സഭയെ ദൈവം കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ക്രിസ്തയേശുവിനുള്ളവരെ പറ്റി പറയുമ്പോൾ 1 കൊരിന്ത്യർ 15:21 പറയുകയാണ്, ആദ്യഫലം തന്താന നില. അത് സമയം വായിച്ചാൽ ക്രിസ്തയേശുവിൽ ഓരോരുത്തരും തന്താന നിലയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. ആമേൻ. അവിടെ ഗലാത്യർക്ക് ലേഖനം 5:24 പറയുന്നു, ക്രിസ്തയേശുവിനുള്ളവർ അവർ ജഡത്തെ രാഗമോഹങ്ങളെ അവർ മരിപ്പിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ കർത്താവിന് ആത്മാവിൽ നയിക്കപ്പെടുന്ന നടത്തപ്പെടുന്ന ദൈവജനമായി തീരും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ, അത് നമുക്ക് താഴ്ന്ന് വായിക്കാവോ? ഒന്ന് കൊരിന്ത്യർ വായിച്ചോ. 1 കൊരിന്ത്യർ 15:23. ഹല്ലേലൂയ. ഓരോരുത്തരും താന്താൻ്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴിലാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങി പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകി അത്രേ എന്ന് സ്പഷ്ടം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാര്യമാണ് 15 എഴുതിയിരിക്കുന്നത്. പിന്നെ ക്രിസ്തയേശുവിനുള്ളവർ, ക്രിസ്തയേശുവിനുള്ളവർ, ക്രിസ്തയേശുവായിത്തീർന്നവൻ, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് there is no condemnation. കണ്ടമിനേഷൻ ഇല്ല. നമുക്ക് കുറ്റമില്ലാത്തവരായി ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ വേണ്ടിയാണ് ദൈവസഭയെ വിളിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന് വരവെങ്കിൽ നമുക്ക് അവിടെ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ, അന്തിമ വിധിക്ക് മുമ്പിൽ ദൈവസഭ നിൽക്കുകയില്ല. ക്രിസ്തുവേശുവിൽ ആയവർക്ക് ശിക്ഷാവിധിയില്ല. അവർ ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടും. ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ കർത്താവിനോടെ ഒരുമിച്ച് വാനവേഗത്തിൽ കർത്താവിനോടെ വരുവാൻ വേണ്ടിയാണ് ദൈവസഭയെ വിളിക്കപ്പെട്ടത്. ദാറ്റ് ഈസ് ദ ഫൈനൽ. അതിൻ്റെ ഫൈനലാണ് ഇപ്പോൾ വായിച്ചത്. പിന്നെ എല്ലാ വാഴ്ചകളും അധികാരം വയ്ക്കും, പിതാവിനും മാറ്റിക്കൊടുക്കും, രാജ്യം കൊടുക്കും. അതിനുശേഷം പിതാവിനെ കാണുന്നൊരു ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോരോ ഭാഗങ്ങൾ ഓരോരോ വിട്ടുമാറുമ്പോൾ നമ്മൾ പൊങ്ങിക്കൊണ്ടിരിക്കും, ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കും. റോക്കറ്റ് അങ്ങ് ചെല്ലണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ റോക്കറ്റ് പോകുന്നൊരു കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോയി വരുമ്പോൾ അവസാനം വരുമ്പോൾ ആത്മാവ് കർത്താവോട് ചേരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം കാണിച്ച് കർത്താവ് ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ശരീരം ഈ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്തു വരുന്ന ദിവസമുണ്ട്. ഈ കാന്തശക്തിയിൽ നിന്ന് പുറത്തു വരുന്ന ദിവസമുണ്ട്. ഈ ഭൂമിയിൽ ആകർഷണ വലയത്തെ ഭേദിച്ച് ദൈവസഭ എഴുന്നേൽക്കുന്ന ദിവസമുണ്ട്. ഈ കാന്തശക്തിക്ക്, ആകർഷണ വലയത്തിന്, ചുറ്റുവട്ടമുള്ള ആകർഷണ വലയങ്ങൾക്കോ ഭൂമിയുടെ ആകർഷണത്തിനോ എന്നെ ഇതിനകത്ത് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. I will fly and be with the Lord. അതിനെ പിടിച്ചു നിർത്തുന്നത് ഈ ജനം മാത്രമേ ഉള്ളൂ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അന്ത്യം കർത്താവ് വരാൻ സമയമായി, കാലങ്ങൾ സമയമായി. ഹല്ലേലൂയ. സ്തോത്രം. കാലഗതികൾ, കാല സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. യേശു വരാറായി. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപട്ടിണി ഇല്ലാത്ത നാട്ടിലാം കർത്താവെടുക്കുന്ന സന്തോഷമിക്കുന്നാം. കഷ്ടപട്ടിണി ഇല്ലാത്ത നാട്ടിലാം കർത്താവെടുക്കുന്ന സന്തോഷമിക്കുന്നാം. തേജസ്സേറും മോഹനക്കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴുമേ. നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും, സത്യശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും, ഉല്ലാസ
സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും കാലവും നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും ും കാലമാകുമ്പോൾ കാലമാകുമ്പോൾ പ്രസാദവട്ടിനി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷമേറ്റു നാം പ്രസാദവട്ടിനി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷപ്പെട ഉണ്ട് തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശ്വരോട് കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശ്വരോട് കൂടെ വാഴുമേ രാജനേശ്വരോട് കൂടെ വാഴുമേ പുത്തനാം യെരൂശലേമിൽ കാലമാക്കുമ്പോൾ ഇതരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ പുത്തനാം യെരൂശലേമിൽ കാലമാക്കുമ്പോൾ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ കഷ്ടപട്ടിനി കർത്താവൊരുക്കുന്ന കഷ്ടപട്ടിനി കർത്താവൊരുക്കുന്ന ഓ തേജസ്സേറും കിരീടങ്ങൾ ധരിച്ചു നാം യേശുവോട് കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ ദൈവമക്കളും ഉല്ലാസഘോഷമായി ദുഃഖം നടുവെപ്പും ഉല്ലാസഘോഷമായി ദുഃഖം നടുവെപ്പും നിത്യ സന്തോഷം ആ നിത്യതയ്ക്കുള്ളിൽ തീരും കാലവും നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും ആരാ ഓ നിത്യ ഓ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ രോഗം യുദ്ധം കുറ്റജാതികളിൽ വിപ്ലവം ഭൂമിയെല്ലാം യേശുരാജൻ ശോകം രോഗം യുദ്ധം കുറ്റജാതികളിൽ വിപ്ലവം കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം കൂടെ വാഴുമേ ഓ തേജസ്സേറും കിരീടങ്ങൾ ഓ രാജരാജൻ കൂടെ വാഴുമേ ഓ തേജസ്സേറും സ്തോത്രം 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 ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ആമേൻ ഈ ദിവസങ്ങളിൽ വാഴുവാനാണ് ദൈവസഭയെ വിളിച്ചിരിക്കുന്നത്. ആമേൻ കർത്താവിനോടുകൂടെ ആയിരിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ക്രിസ്തയേശുവിനോടുകൂടെ ആമേൻ വാഴുന്ന അവൻ ജീവിക്കുവാൻ മാത്രമല്ല കർത്താവിനോട് വാഴുവാൻ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവരാണ് അവനോടുകൂടെ വാഴുന്നതെന്ന് തിരുവചനം പറയുമ്പോൾ ഏതെങ്കിലും കഷ്ടത കർത്താവിന് നാമത്തിനുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനുമേൽ ഈ ദിവസങ്ങൾ വിശ്വാസത്തിന് മുന്നോട്ട് പോകാം. കർത്താവിനോട് കൂടെ വാഴുവാൻ ദൈവസഭയെ വിളിച്ചിരിക്കുന്നത് ഇന്ന് കർത്താവ് സകല അധികാരവും ക്രിസ്തു ദൈവസഭയുടെ മേൽ പകർന്നിട്ടുണ്ട്. ജയത്തോടെ തന്നെ ഈ ദിവസങ്ങൾ സകല വിഷയത്തിനുമേൽ സകല വർഷങ്ങളുമേലും കർത്താവ് നമ്മളെല്ലാവരെയും നടത്തുവാൻ തക്ക ഇടയാകും. കർത്താവിൻ്റെ വരവുകൾ കാണപ്പെടുവാൻ നമ്മളെല്ലാവരെയും കർത്താവ് ഇടയാകട്ടെ. അവൻ
അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങൾ അനുഗ്രഹിച്ച വഴി നടത്തുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ രക്തത്തിന് മറവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ജീവിതത്തിന് മേലെ ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് ശത്രുവിൻ്റെ സകല പദ്ധതികളും യേശു ക്രിസ്തു അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് തകർന്ന് വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ അധികാരത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദൈവ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ആമേൻ. ദൈവമക്കളുടെ ജീവിതത്തിനുമേ ദൈവപ്രവൃത്തിയിൽ വെളിപ്പെട്ട് വരട്ടെ. ദുഷ്ടൻ്റെ ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പൂർണ്ണ ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച വഴിയെടുത്തുന്ന ദൈവ പരിശുദ്ധിയാത്മൻ്റെ സഹവാസവും സാന്നിധ്യവും നമ്മുടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവോളം ഇരിക്കുമാറാറെ. ക്രിസ്തയേശു മുഖാന്തരം ഇന്നും എന്നേക്കും ആമേൻ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. മരണ കർത്താവിൻ്റെ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.